1 കിലോമീറ്റർ താണ്ടി ട്രക്കിങ്ങിലൂടെ ചെന്ന് കാണുന്ന വെള്ളച്ചാട്ടം ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ഇൻ ലൈഫ്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയ ഒരു സ്ഥലം. ഇന്ന് ഈ വീഡിയോയിൽ ചെറിയ ട്രക്കിങ്ങും വെള്ളച്ചാട്ടവും റിവർ ക്രോസിങ്ങും ഒപ്പം കാടിലൂടെയുള്ള ഒരു യാത്രയും ഏറ്റവും അവസാനം ഒരു വെള്ളച്ചാട്ടവും. അപ്പോൾ നമ്മുടെ യാത്ര വെള്ളച്ചാട്ടം കാണാൻ തന്നെയാണ്. തിരുവനന്തപുരത്തെ മീമുട്ടി വാട്ടർഫാൾസ്, അതായത് കല്ലാർ വാട്ടർഫാൾസ്. തിരക്കൊഴിഞ്ഞ ജീവിതത്തിൽ നിന്നും മാറി പ്രകൃതിയെ സ്നേഹിക്കാൻ, പ്രകൃതിയോടിണങ്ങാൻ പറ്റിയ ഒരു സ്ഥലം. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര തിരുവനന്തപുരത്തെ മീമുട്ടി വാട്ടർഫാൾസിലേക്കാണ്. പൊന്മുടി പോകുന്ന ആ സെയിം റൂട്ടാണ് നമ്മുടെ മീമുട്ടി വാട്ടർഫാൾസ്, അതായത് കല്ലാർ വാട്ടർഫാൾസ് എന്നും പറയും. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രക്കിങ്ങും അതുപോലെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കുറച്ച് ട്രക്കിങ്ങും ഇന്നത്തെ കാടും പുഴയും തോടൊക്കെ കടന്ന് കാണാം നമുക്ക് ഈ വാട്ടർഫാളിലെത്താൻ. ഈ പോകുന്ന വഴി നമ്മുടെ നോർമൽ പൊന്മുടി പോകുന്ന റൂട്ടാണ്. അപ്പോൾ പൊന്മുടി പോകുന്ന എല്ലാവരും ഇവിടെയും കൂടെ കയറിയിട്ട് പോവുക. നമുക്കിപ്പോൾ പോകുമ്പോൾ തന്നെ പൊന്മുടി മലകളൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ ഇന്നലെ ഒരു മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. അപ്പം ഇന്ന് കല്ലാർ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഇതായിരിക്കും. ഒരു വേനൽ സമയത്ത് പോണേക്കാളും ഒരു മൺസൂൺ സീസൺ, അതൊരു ചെറിയ മഴയൊക്കെ ഉള്ള സമയത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്ന് പറഞ്ഞാൽ ആ പച്ചപ്പും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അനുഭവിക്കണമെങ്കിൽ നമുക്കിപ്പം വേനൽക്കാലത്ത് പോയാൽ നടക്കില്ല. നേരെ പൊന്മുടി മല ടോപ്പൊക്കെ കാണാൻ പറ്റും. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിപ്പം പൊന്മുടിയിലെ ടോപ്പ് മഞ്ഞാണോ ഇല്ലയാണോ ഇതെന്നൊക്കെ അറിയാൻ പറ്റും. ചില സമയത്ത് ഇങ്ങനെ വരുമ്പോൾ ടോപ്പിൽ മഞ്ഞ് മൂടി കിടക്കും. അപ്പം മനസ്സിലാവും പൊന്മുടിയിൽ ഭയങ്കര മഞ്ഞായിട്ട് കിടക്കുവാണ്. ഇപ്പം നോക്കുമ്പോൾ കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ ടോപ്പിലൊക്കെ. പിന്നെ കല്ലാർ വാട്ടർഫാൾസ് നമ്മുടെ ഇവിടെ അത് കല്ലാർ വാട്ടർഫാൾസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പൊന്മുടി വരുന്നത്. അപ്പം ഒരു ട്രക്കിങ്ങും ഫോറസ്റ്റിലൂടെല്ലാം യാത്ര, ഒരു 2-3 കിലോമീറ്റേഴ്സ് അതിനകത്തൂടെ പോകണം. ടിക്കറ്റ് റേറ്റ് വരുന്ന അഡൽട്ട്സിന് 40യും പിന്നെ 2 വീലറിന് 20യും പിന്നെ കാറാണെങ്കിൽ അതിനനുസരിച്ച് എമൗണ്ട് ആവും. ഇതാണ്ട് ഈ ടോപ്പിൽ കാണുന്ന മല അത് പൊന്മുടിയുടെ ഒരു സൈഡാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട്, കാണാൻ പറ്റും. മഞ്ഞിറങ്ങുന്നുണ്ട്. എനിക്ക് ഇന്നലെ നല്ല മഴയായിരുന്നു ഇങ്ങോട്ടൊക്കെ. അപ്പം പിന്നെ ഈ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു അടിപൊളി സ്പോട്ടായിരിക്കും നമ്മുടെ ഈ കല്ലാർ വാട്ടർഫാൾസ്. അതാണ് സംഭവം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള പുതിയ ട്രാവൽ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. പൊന്മുടി ഇവിടെ നിന്ന് 19 കിലോമീറ്ററാണ് കേട്ടോ, നമ്മുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കല്ലാർ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നമ്മുടെ പൊന്മുടി, കല്ലാർ, പിന്നെ ട്രിവാൻഡ്രത്തുള്ള സൂ. അങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ പോകാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം, അതായത് നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസൊക്കെ. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ ഒക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം കല്ലാർ എത്താറായിട്ടുണ്ട്.
ഈ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ കല്ലാർ ഒഴുകി വരുന്നത്. ഗ്രില്ലാണ് ഇവിടെ, അപകട മേഖല ആയതുകൊണ്ട് ഗ്രില്ലാണ്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ കല്ലാർ ആറ്, അതായത് ഈ വാട്ടർഫാൾസ് കഴിഞ്ഞ് വരുന്നതാണ് ഈ സ്ഥലം. ഓക്കെ, ഇതാ ഈ നേരെ കാണുന്നതാണ് നമ്മുടെ കല്ലാർ എൻട്രൻസ്. ഓക്കെ, ഇതാ ഈ നേരെ കാണുന്നത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ദൂരം, പകുതിയല്ല, ഒരു കുറച്ച് ദൂരം വരെ നമുക്ക് വണ്ടിയിൽ പോയിട്ടാണ്. നൈസ്. ഒരു ചെറിയൊരു തോട് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അതുവരെ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി പോകാം. അത് കഴിഞ്ഞ് പിന്നെ നടന്നാണ് പോകാനുള്ളത്. നല്ല ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു ഫോറസ്റ്റാണ്, രണ്ട് സൈഡും അത്യാവശ്യം ഒരു തിക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ അതിനകത്തൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം വണ്ടിയിലൊക്കെ വന്നിട്ട് ഒരു കുറച്ച് ദൂരം പോയിട്ട് അവിടെ ഇനിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഇറങ്ങിയിട്ട് വേണം പിന്നെയാണ് നമുക്ക് ബാക്കി ട്രക്കിങ് നടന്നു പോകാനുള്ളതും. നമ്മളെ വണ്ടി അവിടെ വെച്ച് നമ്മുടെ ടിക്കറ്റ് അവിടെ കാണിക്കണം. അത്യാവശ്യം അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഔഷധ സസ്യ പ്രദർശനം എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റോളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ ബിൽഡിങ്സൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട്, ഞാൻ ഇപ്പോൾ ഒരു 9 മണി ടൈമാണ്, രാവിലെ ആയതുകൊണ്ട് ഇതൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഫോറസ്റ്റിൻ്റെയൊക്കെ ഓഫീസുകളാണ്. അപ്പം നമ്മളിതിലാണ് കാറൊക്കെ വരുന്നുണ്ട്. ഇവിടെ തന്നെ ഇവർ വർക്കേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇരിപ്പുണ്ട്. ഉണ്ട് ഒരാൾ ഇതാ ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറേ ആൾക്കാരുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, താഴോട്ടാ, ഇങ്ങോട്ടും വഴിയുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞോണ്ട് ടെമ്പോ പാർക്കിംഗ് ഏരിയ എത്തി കേട്ടോ. ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ കാണിക്കാനുള്ള ഒരു സ്ഥലത്താണ്. ഇപ്പോൾ പാർക്കിംഗ് കഴിഞ്ഞ് കുറച്ചും കൂടെ നടന്നു വരുമ്പോൾ തന്നെ അവിടെ ഇവിടെ ടിക്കറ്റ് കാണിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ടിക്കറ്റൊക്കെ ഇവിടെ കാണിക്കണം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് 1 കിലോമീറ്ററാണ് കേട്ടോ ട്രക്കിങ്. നമ്മൾ ഏകദേശം ആ വണ്ടിയിലും കൂടെ വന്നതുകൊണ്ട് ബാക്കി ആ 1 കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്യും. അപ്പം ടോട്ടലി അപ്പോൾ 2.5 ഇല്ല, എനിക്ക് 2 കിലോമീറ്റേഴ്സ് അടുപ്പിച്ചായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചിട്ട് അല്ലാതെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും ഇവിടെ. അപ്പോൾ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ രാവിലെ വരുന്നവർക്കൊക്കെ ഫുഡ് കഴിക്കാം. ഇവിടെ കുളിക്കാനുള്ള ഇതുണ്ട്. ഇപ്പോൾ കയറി വരുമ്പോൾ ആ ഒരു സ്പോട്ടിൽ മേളിലോട്ട് പറ്റുമെന്ന് അറിയത്തില്ല, അത് പോയാലും അറിയാവും. കുറച്ച് ടാസ്ക്കാണ് ഇതിൽ. ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ.
അപ്പോൾ പോകുന്നതിന് മുമ്പ് ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അതാ ഇങ്ങനത്തെ വഴി കൂടെ കയറി വേണം ഇനിയുള്ള യാത്ര. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇരിക്കാനും ഈ പാറകളൊക്കെ ഉണ്ട്. അപ്പം ഇടയ്ക്ക് ഇരുന്നിട്ടൊക്കെ പോവാം. റെസ്റ്റ് എടുക്കുന്നവർക്കുള്ള റെസ്റ്റ് എടുക്കാം. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. കാടിൻ്റെ ശബ്ദവും കാടിന് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ആ ഒരു 2-3 hours ഒരു കാടിനെ സ്പർശിച്ച് നടക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്. പിന്നെ എന്ന് പറയാൻ ഇവിടെ വാട്ടർഫാൾസിൻ്റെ ശബ്ദവും കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ തന്നെ ഒരു അടിപൊളി വ്യൂ ആണ്. മൊത്തം ഒരു കാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നല്ലവണ്ണം.
ഓക്കെ, അപ്പം നമ്മുടെ ആ റിവർ ക്രോസിങ് ആയിരുന്നു ബെസ്റ്റ്. നല്ല തണുത്ത വെള്ളവും. നമ്മൾ ഇനിയും വാട്ടർഫാൾസിലോട്ട് പോകണേ ഉള്ളൂ. അപ്പം ആ ഒരു പോർഷൻ, അത് ആ റിവർ ക്രോസിങ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് വേണം നമ്മുടെ ഇവിടെ വാട്ടർഫാൾസ് കാണാൻ. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വാട്ടർഫാൾസിന് നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്താറായി. വലിയൊരു കൂറ്റം വൃക്ഷമൊക്കെ നിൽപ്പുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ വെള്ളത്തിൽ റിവർ ക്രോസ് ചെയ്തത്. നല്ല തണുത്ത വെള്ളവും. നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായിട്ടുണ്ട്. നമ്മൾ കാണാൻ വേണ്ടി നടന്നു വന്ന വാട്ടർഫോൾസ് നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇനി കുറച്ച് ഒരു മീറ്റർ കുറച്ചും കൂടെ ഉള്ളൂ. അടിപൊളിയാണ്. ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇന്ന് നല്ല വെള്ളമുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. ഓക്കെ.